വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നല്ല കിഡിലനായിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 3 ഉരുളക്കിഴങ്ങും അതുപോലെ 4 പുഴുങ്ങിയ മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്നാക്ക് റെഡിയായി എടുക്കാൻ പറ്റും. അതും നമുക്കൊരു ചായ തിളക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൂടുതൽ കട്ടിയാവരുത്, കൂടുതൽ നേർത്തിട്ടും ആവരുത്. അപ്പോൾ ഒരു മീഡിയം സൈസിലായിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് ഉച്ചക്ക് ചോറിനൊക്കെ ഇതുപോലെ റൗണ്ടിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അധികം തിക്നെസ് വേണ്ട കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി വരുമ്പോൾ സ്നാക്ക് ഉണ്ടാകുമ്പോൾ വരുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കനം കുറച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഞാനിവിടെ നേരത്തെ തന്നെ പുഴുങ്ങി മാറ്റി വെച്ചതാണ്. അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. ഞാൻ ഈ നോമ്പിന് ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കാനോ അതുപോലെ ഫുഡ് ഉണ്ടാക്കാനോ ഒരുപാട് സമയം അടുക്കളയിൽ തന്നെ ഇരിക്കുന്ന, അതായത് കുറേ നേരം ഒരുപാട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളൊന്നല്ല കേട്ടോ. എനിക്ക് ഈ കുക്കിംഗ് ഇഷ്ടമാണെങ്കിലും ഞാൻ ഈ നോമ്പ് സമയത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുമില്ല, അതുപോലെ ഒരുപാട് സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാറുമില്ല. അത് രണ്ടും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എന്നാലും അത്യാവശ്യം സ്നാക്കൊക്കെ ഉണ്ടാക്കും. ഒരു തരം സ്നാക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടാക്കും. ചില ദിവസങ്ങളിൽ മൂഡില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാറുമില്ല. അങ്ങനെയാണ് എൻ്റെ ഇഫ്താർ. നിങ്ങളുടെയൊക്കെ ഇഫ്താർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ 4 മുട്ടയും ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നിക്കിൽ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു സ്ലൈസറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ലൈസറാണ് കേട്ടോ. 115 രൂപയോ അങ്ങനെ എന്തോ ആയതാണ്. പക്ഷേ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഇതൊക്കെ. പിന്നെ എൻ്റെ മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ലൈസർ കേടുവന്ന് പോയി, അതുകൊണ്ട് ഞാനിത് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പം മുട്ടയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ച എഗ്ഗ് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ടേക്ക് ഞാൻ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ 4 മുട്ട കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂടുതലും മുട്ട എടുക്കേണ്ട ആവശ്യമില്ല. 4 മുട്ട തന്നെ ധാരാളമാണ്. ഒരു പ്ലേറ്റ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ എഗ്ഗൊക്കെ നല്ല പോലെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അങ്ങനെ യൂസ് ചെയ്യാം. കുരുമുളക് പൊടി അതുപോലെ ചില്ലി ഫ്ലേക്സാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലോട്ടേക്ക് ഉപ്പ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ചില്ലി ഫ്ലേക്സ് മാത്രമായിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നമ്മുടെ ഈ മുട്ടയ്ക്ക് കുറച്ച് എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആഡ് ചെയ്യുന്നത്. വെറുതെ നമ്മുടെ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഇടയിൽ ഈ മുട്ട കിടക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുട്ടയുടെ മുകളിലോട്ടേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ഭാഗത്തും അത്യാവശ്യം നമുക്ക് എരിവ് കിട്ടുന്ന രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലോട്ടേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള അത്ര മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില കഴുകി വൃത്തിയാക്കി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ബജ്ജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് എന്തായാലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു തിക്ക് ബാറ്ററാക്കി ഇതെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുള്ള ഒരു ബാറ്ററായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ബാറ്റർ റെഡിയാക്കുമ്പോൾ നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, കൂടുതൽ വെള്ളം പോലെ ആയി പോകരുത്, അതുപോലെ കൂടുതൽ തിക്നെസ്സും പാടില്ല കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കടലമാവിൻ്റെ കൂട്ടിലോട്ടേക്ക് നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും.
പിന്നെ മൈദ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ചില ആൾക്കാർ ബേക്കിംഗ് സോഡ ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ മുട്ടയും ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ പീസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഈ കട്ട് ചെയ്ത് നമ്മൾ ചില്ലിയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച എഗ്ഗ് വെച്ചതിന് ശേഷം വേറെ ഒരു സ്ലൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് ഒന്ന് അടപ്പ് പോലെ അടച്ചു കൊടുക്കുക. ഇത്രയുമാണ് നമ്മുടെ പരിപാടി വരുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം ഒരു പാന് ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഈ ഒരു ബാറ്ററിലോട്ടേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. നല്ലപോലെ മാവിലോട്ടേക്ക് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ നല്ലപോലെ മുക്കിയാൽ തന്നെ ഇത് നല്ലപോലെ കോട്ടിങ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ തിളച്ച് സെറ്റായിട്ട് കിടക്കുന്ന എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ബാറ്ററിൽ മുക്കുക, എണ്ണയിലോട്ടേക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെ പതിയെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാ എണ്ണവും നമ്മുടെ കടായിക്ക് അനുസരിച്ചിട്ട് അത്രയും വെച്ചിട്ടുണ്ട്. 1-2 മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പുറം ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് നേരം ഈ തിരിച്ചിട്ട ഭാഗം കൂടി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ തവണയും കൂടി ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ തവണ ഇതുപോലെ ബാറ്ററിൽ മുക്കി തിളച്ച ഓയിലിലോട്ടേക്ക് ഇട്ട് ഒരു ഭാഗം കുക്കാകുമ്പം അടുത്ത ഭാഗം കൂടി വെച്ച് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 പീസ് എഗ്ഗ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല മൊരിഞ്ഞ ചായക്കടി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഇഫ്താറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂടുകൊണ്ട് എനിക്ക് തൊടാൻ പോലും പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. പിന്നെ വെയിറ്റ് ചെയ്യാനാണെങ്കിൽ സമയമില്ല. ബാങ്ക് വിളിക്കാറായിട്ടുണ്ട്. ഇന്ന് സ്നാക്സ് റെഡിയാക്കുമ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കൈനോട് മുറിക്കാൻ പറ്റില്ല, അത്രയും ചൂടുണ്ട്. അതുകൊണ്ട് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകംവശം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇത് എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.